കോഴിക്കോട്. ആഹാ, ആ പേര് കേൾക്കാൻ തന്നെ എന്തൊരു അതിർപ്പാണ്. ടിപ്പു സുൽത്താന്റെയും സാമൂതിരിന്റെയും കുഞ്ഞാലിമരക്കാരന്റെ ഒക്കെ കാൽച്ചുവട് പതിഞ്ഞ കോഴിക്കോട്, നമ്മളെ കോഴിക്കോട്. കടലേകും പൂമരങ്ങളായി ഗസൽ നിറയും പൊൻകിനാവുമായി ഇനി ഒന്നായി ചേരാം നമ്മുടെ കോഴിക്കോടിനായി. കടലേകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം മോർണിംഗ് 6:30. ഞാനിപ്പോൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട്. ഈ കോഴിക്കോടിനെ ഏറ്റവും മനോഹരിയാക്കുന്ന വൻ സംഭവമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. അതുമാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുള്ളതും കോഴിക്കോട്ടിലാണ്. പഴയ ബീച്ചല്ല ഇപ്പോഴത്തെ നമ്മുടെ കോഴിക്കോട് ബീച്ച്. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം വകുപ്പും ചേർന്ന് നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ മൊത്തത്തിൽ മാറ്റി മൊഞ്ചത്തി ആക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സംഭവങ്ങളൊക്കെ എൻ്റെ നാട്ടിൽ നടന്നിട്ട് അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് നമ്മുടെ കോഴിക്കോട് പാർട്ട് 2 കോഴിക്കോട് ബീച്ച്. അപ്പോൾ ഞാനിത് ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ട് 1 കോഴിക്കോടിൽ നവീകരിച്ച വേറൊരു അടിപൊളി പ്ലേസിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുക്കാം. എന്തായാലും പോയി കാണാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാനിപ്പോൾ സൗത്ത് ബീച്ചിലാണുള്ളത്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഫ്രണ്ടിൽ വലിയ കയറൊക്കെ കെട്ടിയിട്ട് കണ്ടില്ലേ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് മോർണിംഗ് വാക്കിന് വരാം. അതിനൊരു നിശ്ചിത സമയം വരെയാണ്, 7:30 or 8 o'clock വരെയാണ് തോന്നുന്നു. അതിനുള്ളിൽ നമുക്ക് മോർണിംഗ് വാക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു സമയമായി കഴിഞ്ഞാൽ പോലീസ് വന്ന് എല്ലാവരും പുറത്താക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം. ആദ്യമൊക്കെ നമ്മൾ ബീച്ചിൽ വരുമ്പോൾ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് തരില്ലല്ലേ. ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എവിടെയാണ് നമുക്ക് കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കലല്ലേ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടേക്ക് ക്യാമറ വെച്ചാലും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബീച്ച് ഇപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ പുറത്ത് എവിടെയോ ഒരു പോയ ഫീലിങ്സ് ആണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ചുമർ ചിത്രങ്ങളാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കോഴിക്കോടിൽ ജനിച്ചു വളർന്നിട്ടുള്ള പ്രമുഖരുടെ ചിത്രങ്ങളാണ്. ഇത് കുതിരവട്ടം പപ്പു സാറ്, ഇത് ബാബുരാജ് സാറ്, പിന്നെ തൊട്ടപ്പുറത്തുള്ളത് SK പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ തൊട്ടപ്പുറത്ത് MT വാസുദേവൻ നായരുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ കോഴിക്കോടിൽ ജനിച്ചു വളർന്നിട്ടുള്ള കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ഈ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ളത്. ഇത് കോഴിക്കോട് സിറ്റിയിലെ ഫസ്റ്റ് ബസ് ജവാൻ ബസ്. ഇനി അങ്ങോട്ട് ഒരുപാട് പെയിൻറ്റിങ്സ് കാണാനുണ്ട്. മെയിനായിട്ട് കോഴിക്കോടാണ് തീം വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോടിലെ വലിയങ്ങാടി, കുറ്റിച്ചിറ, തളിക്ഷേത്രം, പിന്നെ കോഴിക്കോടൻ ഹൽവ, കോഴിക്കോടൻ ബിരിയാണി, ഐസുരുതി തുടങ്ങി കോഴിക്കോട് തീമായിട്ട് വരുന്ന ഒരുപാട് പെയിൻറ്റിങ്സ് ഇനി അങ്ങോട്ട് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ്. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഇവർ ചെയ്തിട്ടുള്ളത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനായിരുന്നു ഇവിടുത്തെ നിർമ്മാണ ചുമതല. നമ്മളുള്ളത് സൗത്ത് ബീച്ചിലാണ്. ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ
കോർപ്പറേഷന് മുന്നിലുള്ള ബീച്ചിലെത്തും. അവിടെയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അവിടെയാണ് ഐ ലവ് കോഴിക്കോട് എന്നുള്ള ഫ്ലെക്സൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ ഞാനുള്ളത് കോർപ്പറേഷന് മുന്നിലുള്ള ബീച്ചിലാണ്. ഇവിടെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ കണ്ടോ, വരുന്ന സന്ദർശകർക്ക് ഇരിക്കാൻ നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കോഴിക്കോട്, പിന്നെ ഐ ലവ് കോഴിക്കോട് എന്നുള്ള ഫ്ലെക്സൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബീച്ചിൽ വരുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ കോഴിക്കോട് ഫ്ലെക്സ് വരുന്ന ഈ ഒരു ഭാഗം. ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും. മലയാളത്തിൽ നമ്മുടെ കോഴിക്കോട്, ഇംഗ്ലീഷിൽ ഐ ലവ് കോഴിക്കോട്. സാധാരണ നമ്മളിത് വയനാട്ടിൽ, ഫോർട്ട് കൊച്ചി, ബാംഗ്ലൂരിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ബീച്ചിലും വളരെ മനോഹരമായിട്ട് ഈ ഫ്ലെക്സ് വന്നിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പം നമ്മുടെ ബീച്ചിലുള്ളത്. അതൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എവിടേക്ക് നോക്കിയാലും നല്ല ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. കൂടാതെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 അടിപൊളി ഫ്ലെക്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പിയായി. മോർണിംഗ് വ്യൂ ഇത്ര മനോഹരമായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടാലോ. ഫുൾ ലൈറ്റൊക്കെ കത്തിച്ച് നമ്മുടെ കോഴിക്കോട് ഫ്ലെക്സ് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു നൈറ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ടും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ആരെയും കടത്തി വിടില്ല, പുറത്ത് പോലീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസിനോട് സംസാരിച്ച് ഒരു 5 മിനിറ്റ് സമയം ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതന്നെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിട്ടിട്ടൊന്നുമില്ല, പുറത്ത് നിന്ന് സൂം ചെയ്തിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം ഒപ്പിച്ച് നമ്മൾ എടുത്ത വീഡിയോ ആണിത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ മോർണിംഗ് വ്യൂ കിട്ടിയിട്ടുണ്ട്, നൈറ്റ് വ്യൂ കിട്ടിയിട്ടില്ലെങ്കിലും. ഇവിടെ ഒന്നും തീരുന്നില്ല. ബീച്ചിൽ വരുന്ന സന്ദർശകർക്ക് കളിക്കാൻ നല്ല രസകരമായ കളികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത് പാമ്പും കോണിയും, തൊട്ടപ്പുറത്ത് ചെസ് ബോർഡും ഒരുക്കിയിട്ടുണ്ട്. 16 അടി നീളവും വീതിയും ഉണ്ട് ഇവിടുത്തെ ചെസ് ബോർഡിന്. അതുപോലെ തന്നെ 4 അടി ഉയരമുള്ള കരുക്കളാണുള്ളത്. ഇപ്പം ബീച്ച് ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ പുറത്ത് വെക്കാത്തത്. അപ്പോൾ ജൂലൈ 1 ഇവിടുത്തെ ഇനോഗ്രേഷൻ. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ മനോഹരമായിട്ടുള്ള കരിങ്കല്ലിൻ്റെ സ്തൂപങ്ങൾ, ശില്പങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഉള്ളതാണ്, എന്നാലും കുറച്ചും കൂടി മോടി കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ, നല്ല ഫോട്ടോസ് എടുക്കാനുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ നല്ല സ്തൂപങ്ങൾ നമുക്കിവിടെ ഒരുപാട് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട് വിസിറ്റേഴ്സ് അലൗഡ് അല്ല, ബീച്ച് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും, ഇതെന്താ ഇങ്ങനെ ബീച്ച് ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആളുകളെ കാണുന്നുമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മോർണിംഗ് വാക്കിന് വന്നവരാണ്. ഇതന്നെ ഒരു നിശ്ചിത സമയം വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. അപ്പോൾ അത് ആ ഒരു സമയം വരെയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും പോകും. പിന്നെ ബീച്ച് അടച്ചിട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നവീകരിച്ച കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹരമായ പുതിയ മുഖങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ ഒന്നും തീരുന്നില്ല. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ ഐശ്വര്യ കുടിക്കുന്ന ആ ഒരു ഭാഗം, മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാനും പിന്നെ മണ്ണിലേക്ക് അവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും കളിച്ച് രസിക്കാനൊക്കെ ഒരുപാട് നമുക്ക് ഇനിയുമുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് മൊത്തത്തിൽ ബീച്ച് കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴിക്കോടിൻ്റെ മഞ്ച് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനലിൽ വ്ളോഗ് മാത്രമല്ല, കുക്കിംഗ്, ക്രാഫ്റ്റ്, മെഹന്തി വീഡിയോസൊക്കെ ഉണ്ട്. ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.